കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ കോൺ ബനേഗ ക്രോർപതി അല്ലെങ്കിൽ നമ്മുടെ നിങ്ങൾക്കുമാകാം കോടീശ്വരന്റെ ഹിന്ദി വേർഷൻ ഓക്കെ അതിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഏകദേശം 1.6 ലാക്ക് വേർത്ത് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്: സന്ദേശ് ജിങ്കൻ ഏത് കായിക ഇനത്തിലാണ് ഇന്ത്യൻ ദേശീയ ടീമിനെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്? ഓപ്ഷൻസ് ആയിട്ടുള്ളത് ഹോക്കി, കബഡി, ഫുട്ബോൾ ആൻഡ് അത്ലറ്റിക്സ്. നമ്മളെ സംബന്ധിച്ച് 1,60,000 രൂപക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടിയാൽ നമ്മളൊക്കെ തുള്ളിച്ചാടും. എന്നാൽ ഈ ഒരു കണ്ടസ്റ്റന്റ് ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ ആള് 2 ലൈഫ് ലൈൻസ് ആണ് ഇതിനു വേണ്ടിയിട്ട് ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. ഐ മീൻ വാട്ട് ദ ഹെൽ, ഇന്ത്യൻ ഫുട്ബോൾ അത്രക്ക് മോശമാണോ? ലൈക്ക് സീരിയസ്ലി. ചുരുക്കി പറഞ്ഞ ISLും അതുപോലെ ഇന്ത്യൻ ദേശീയ ടീമിലെ പല താരങ്ങളും ഇത്രയധികം കഠിനാധ്വാനം ചെയ്തിരും നമ്മളെ പോലെയുള്ള ഫുട്ബോൾ ഫാൻസ് ഇത്രയധികം കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിരുമൊന്നും ഇന്ത്യയിൽ ഫുട്ബോളിനെ കാര്യമായിട്ടുള്ള ഒരു വില പലരും കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് മാത്രമല്ല സംഭവം. ഓക്കെ, ഈ ഒരു വീഡിയോയിൽ ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യത്തെ കുറിച്ചിട്ടാണ്. നോർമലി ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ ആരും ചെയ്യാറില്ല എന്ന് എനിക്കറിയാം. ഓക്കെ, ബട്ട് ഈ ഒരു വീഡിയോ മേ ബി നിങ്ങൾ ഫുട്ബോൾ ഫാൻസിന് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യും. ഓക്കെ, കാരണം അത്രക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. മറ്റൊരു കാര്യം, എന്നെ പോലെയുള്ള ചെറിയ ഫുട്ബോൾ യൂട്യൂബേഴ്സിന്റെ ഭാഗത്തും ഈ ഒരു കാര്യത്തിൽ തെറ്റ് വന്നിട്ടുണ്ട്. കാരണം ഞാനൊക്കെ ഈ ഒരു വീഡിയോ മിനിമം ഒരു 2 ദിവസം മുന്നേ എങ്കിലും ചെയ്യേണ്ടതായിരുന്നു. സംഭവം ഇതാണ്. ഓക്കെ, IPL കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 6 ദിവസമായി. ISL തുടങ്ങാൻ ഇനി 4 ദിവസം മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും ഹൈപ്പ് കൊടുക്കുന്നത് ഇപ്പോൾ ISLനാണ്. എന്നിട്ടും ISL സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ സ്പോർട്സ് ഇന്ത്യക്കാർ ചെയ്യുന്നത് എന്താ? അവരിപ്പോഴും IPLന്റെ ഹൈലൈറ്റ്സ് ആണ് അവരുടെ ചാനലിൽ മൊത്തമായിട്ട് സംപ്രേഷണം ചെയ്യുന്നത്. അതായത് ISLന്റെ ഒരു ഹൈലൈറ്റ്സോ അല്ലെങ്കിൽ റിവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ആ ഒരു ചാനലിൽ നടക്കുന്നില്ല. അവർ IPL ഹൈലൈറ്റ്സ് കാണിക്കുന്നതല്ല പ്രശ്നം. ഓക്കെ, സ്റ്റാർ സ്പോർട്സിന്റെ ആളുകൾ സ്റ്റാർ സ്പോർട്സ് 3 എന്നുള്ള ഒരു ചാനൽ, അത് ഫുട്ബോളിന് വേണ്ടിയിട്ട് മാത്രം എന്നുള്ള ഒരു രീതിയിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഒരു ചാനലാണ്. ആ ഒരു ചാനലിൽ വരെ ISL തുടങ്ങാൻ ഒരാഴ്ച അല്ലെങ്കിൽ ഇപ്പോൾ വിരലിലെണ്ണാവുന്ന ദിവസം മാത്രമുള്ള സമയത്തും ക്രിക്കറ്റ് ഹൈലൈറ്റ്സ് അല്ലെങ്കിൽ ക്രിക്കറ്റ് വിഷ്വൽസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് മാങ്ങാത്തൊലിയാണത്? ഓക്കെ, ലൈക്ക് സീരിയസ്ലി. അവരിപ്പോ IPL തുടങ്ങുകയാണെങ്കിൽ മാസങ്ങൾക്ക് മുന്നേ തുടങ്ങും പ്രിവ്യൂ, ഡഗ് ഔട്ട്, അതുപോലെ ടോപ്പ് 5, ടോപ്പ് 10 എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ഷോസ് ഓരോ അരമണിക്കൂറിനും പുതിയ ഷോസ് ആയിരിക്കും സ്റ്റാർ സ്പോർട്സിൽ കാണിക്കുന്നത്. ഇപ്പോൾ ISL തുടങ്ങാൻ 4 ദിവസമായിട്ട് കൂടെ അവർക്ക് ഹൈലൈറ്റ്സ് പോലും, കഴിഞ്ഞ സീസണിലെ ഹൈലൈറ്റ്സ് പോലും കാണിക്കാൻ കഴിയുന്നില്ല. പിന്നെയുള്ള അവരുടെ ഒരു പ്രോബ്ലം, നമ്മളെ പോലെയുള്ള സ്മോൾ യൂട്യൂബേഴ്സ് അവരുടെ ചെറിയ വിഷ്വൽസ് ഒക്കെ എടുത്ത് ഇതുപോലെ ടോപ്പ് 5 ഗോൾസ് അങ്ങനെ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചെറിയൊരു വിഷ്വൽ ഉപയോഗിച്ചാൽ തന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്കും തന്ന് ചാനൽ പൂട്ടി പോകാൻ പറയും. അങ്ങനെയുള്ള ആളുകളാണ്. എന്നിട്ട് അവർ തന്നെ നമ്മുടെ ഫുട്ബോളിനെ വരെ നെഗ്ലക്ട് ചെയ്തുകൊണ്ട് ക്രിക്കറ്റ് മാത്രം തലയിൽ വെച്ച് നടക്കുകയാണ്. ഓരോ ISL സീസൺ കഴിയും തോറും ഇന്ത്യൻ ഫുട്ബോളിന് വളർച്ചയാണ് വരുന്നത്. ഓക്കെ, കാരണം ഇന്ത്യൻ ഫുട്ബോളിനെ അംഗീകരിക്കുന്ന ആളുകൾ കൂടി വരുന്നുണ്ട്. അത് നമ്മൾ ഓരോ വർഷവും കാണുന്നതാണ്. ചുരുങ്ങിയ വർഷം കൊണ്ട്, വെറും 6 വർഷം കൊണ്ട് ഇന്ത്യൻ ഫുട്ബോളിൽ എത്രത്തോളം മാറ്റം വന്നു എന്നുള്ളതെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് കാണാനും കഴിയുന്നുണ്ട്. എന്നിട്ടും ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് ക്രിക്കറ്റിനെ മാത്രം. രണ്ടും ഒരുപോലെ, അല്ലെങ്കിൽ ഫുട്ബോളിന് കുറച്ചെങ്കിലും പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ അവർ ചെയ്യുന്നത് ക്രിക്കറ്റ് ആകുമ്പോൾ ഓരോ ഓവർ കഴിയുന്ന സമയത്തും അവർക്ക് പരസ്യം കൊടുക്കാം, ഒരു വിക്കറ്റ് പോകുന്ന സമയത്ത് അവർക്ക് പരസ്യം കൊടുക്കാം. പരസ്യത്തിന്റെ ചാകരയാണല്ലോ. ഫുട്ബോൾ ആകുമ്പോൾ അത് പറ്റില്ല, കാരണം ആ ഒരു ഹാഫിൽ മാത്രമേ അവർക്ക് ആഡ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ഫുട്ബോളിനെ അവർ കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്ട് ചെയ്യുകയാണ്. എന്തായാലും ഈ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ ഫുട്ബോൾ ഫാൻസ് തീർച്ചയായിട്ടും അവർക്ക് കാണിച്ചു കൊടുക്കുക തന്നെ വേണം. മറ്റൊരു കാര്യം, നമ്മൾ സ്റ്റാർ സ്പോർട്സ് ഇന്ത്യയുടെ ഇൻസ്റ്റഗ്രാം പേജ് എടുക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പോലും അവർ ISLനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. ഏറ്റവും അവസാനമായിട്ട് 6 മണിക്കൂറുകൾക്ക് മുമ്പിട്ടത് ജസ്പ്രീത് ബൂമറയെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ആണ്. എനിവേ, ചെറിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ISLനെ മറന്നിട്ടില്ല എന്ന് മനസ്സിലായി. കാരണം എല്ലാ ഫാൻസും ചേർന്നിട്ട് അവരുടെ ഓരോ പോസ്റ്റിന് താഴെയും ഫുട്ബോളിനെ റെസ്പെക്ട് ചെയ്യൂ, അവർക്കും പ്രാധാന്യം കൊടുക്കുക, അങ്ങനെയുള്ള കമന്റ്സ് കുറെ ഇട്ടപ്പോൾ അവർ ചെറുതായിട്ട് ഒരു റിപ്ലൈ തന്നിട്ടുണ്ട്. അതായത് അവർ ഒരു പിച്ചക്കാശ് നൽകുന്നത് പോലെ നാളെ 9:30 മുതൽക്ക് അവർ ISLനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സംപ്രേഷണം ചെയ്യാമെന്നാണ് പലർക്കും ഇൻസ്റ്റഗ്രാമിൽ റിപ്ലൈ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം. അതുമാത്രമല്ല, ക്രിക്കറ്റ് മാത്രമല്ല, അവർ കബഡിക്ക് വരെ ഫുട്ബോളിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഗൈസ്, അപ്പോൾ ഒരു കാര്യം മാത്രം പറയാം, മേ ബി നിങ്ങൾ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഈ ഒരു കാര്യം അറിയാത്ത ഫാൻസിന്റെ അടുക്കലൊക്കെ ഈ ഒരു കാര്യം എത്തും, അവരും അവരുടെ പ്രതിഷേധം അറിയിച്ചേക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വേണ്ടത് ISL അതുപോലെ ഇന്ത്യൻ ഫുട്ബോളിനെ ചെറുതായിട്ടെങ്കിലും അവർ റെസ്പെക്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ISLന് വരെ, ഇത്രയധികം ജനപ്രീതിയുള്ള ISLന് വരെ ഇങ്ങനെയൊരു മോശം അവസ്ഥയാണെങ്കിൽ I ലീഗിന്റെ സിറ്റുവേഷൻ ചിന്തിക്കാൻ കൂടെ കഴിയുന്നില്ല. ഗൈസ്, അപ്പോൾ മിനിമം ഒരു ഗ്രൂപ്പിലേക്കെങ്കിലും ഈ ഒരു വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഫുട്ബോൾ ഗ്രൂപ്പിലൊക്കെ ഒന്ന് നിങ്ങൾ അറിയിക്കുക. ഓക്കെ, അതുപോലെ നിങ്ങളുടെ പ്രതിഷേധം
പ്രതിഷേധം തീർച്ചയായിട്ടും അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പോയിട്ടെങ്കിലും ഒന്ന് അറിയിക്കുക. സ്റ്റാർ സ്പോർട്സിനോട് പറയാനുള്ളത്, നിങ്ങൾ ഫുട്ബോളിനെ തലയിൽ എടുത്ത് വെക്കണമെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഗീവ് സം റെസ്പെക്ട്. ഓക്കെ, ഫുട്ബോളിനും ചെറുതായിട്ടെങ്കിലും ഒന്ന് റെസ്പെക്ട് കൊടുക്കുക.